നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബ്രഹ്മപുരം എന്ന് കേട്ടാൽ പുകഞ്ഞു കത്തുന്ന ബ്രഹ്മാണ്ഡൻ മാലിന്യമലകളെയാണ് ആർക്കും പെട്ടെന്നോർമ്മ വരിക. ഏതാനും നാളുകൾക്ക് മുൻപ് കൊച്ചി ബ്രഹ്മപുരത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം ഏതാണ്ട് 2 ആഴ്ചയോളമാണ് പുകഞ്ഞു നീറിയത്. തീപിടുത്തത്തേക്കാൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അഴുകുന്നതും അഴുകാത്തതുമായ മാലിന്യങ്ങൾ സൃഷ്ടിച്ച കൂറ്റൻ മാലിന്യമലകളാണ് ഏറെ ചർച്ചാ വിഷയമായത്. വികസന സൂചികയിൽ പലതിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരം മാലിന്യ കേന്ദ്രങ്ങളോ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ബ്രഹ്മപുരം വൃത്തിയുടെ പാതയിലേക്ക്. ബ്രഹ്മപുരത്തെ ഒരു മാലിന്യക്കൂന ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പങ്കുവച്ച വീഡിയോയാണ് ബ്രഹ്മപുരത്തിൻ്റെ അവിശ്വസനീയമായ മാറ്റത്തെ എല്ലാവരിലും എത്തിച്ചത്. അമ്പരപ്പോടെയാണ് പലരും വീഡിയോയ്ക്ക് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ടൺ കണക്കിന് മാലിന്യ നിക്ഷേപമുണ്ടായിരുന്ന ഒരിടമായിരുന്നു എന്ന് ഒരിക്കലും തോന്നിപ്പിക്കാത്ത തരത്തിൽ അത്ര കണ്ട് വൃത്തിയാക്കിയിരിക്കുന്നു ആ പ്രദേശം. പതിറ്റാണ്ടുകളായി ബ്രഹ്മപുരത്ത് നിക്ഷേപിക്കപ്പെട്ട മാലിന്യത്തിൻ്റെ 75% നിലവിൽ ബയോമൈനിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നീക്കം ചെയ്തിട്ടുണ്ടെന്നും 18 ഏക്കർ ഭൂമി ഇങ്ങനെ വീണ്ടെടുത്തുവെന്നും മന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇവിടെ BPCLന്റെ നേതൃത്വത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച് 15 ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. ആകെയുള്ള 39 ഏക്കറിൻ്റെ പകുതിയോളം സ്ഥലം ഇതിനകം വൃത്തിയായി കഴിഞ്ഞു. ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ അനുഭവമായിരുന്നു എന്ന് മന്ത്രിയോടൊപ്പം ക്രിക്കറ്റ് കളിയിൽ പങ്കെടുത്ത കുന്നത്തുനാട് MLA ശ്രീ ശ്രീനിജൻ. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് PV ശ്രീനിജനാണ്, കുന്നത്തുനാട് MLA. കൊച്ചിൻ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ LSTD മിനിസ്റ്റർ ശ്രീ രാജേഷ് നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടി ഉടനടി നമുക്ക് അതിൽ ഇടപെടാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബ്രഹ്മപുരം ആ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ ഏകദേശം പകുതിയോളം തന്നെ നമുക്ക് അത് അവിടെ നീക്കം ചെയ്യുവാനും ഇമ്മീഡിയറ്റ്ലി BPCLന്റെ അടുത്ത് നിന്ന് ഒരു 100 കോടി ബയോ പ്ലാന്റിന് വേസ്റ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ബയോ പ്ലാന്റിന്റെ പണി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിക്കാൻ പോവുകയാണ്. മാർച്ചിൽ അത് ഏകദേശം ഒരു ദിവസം 150 മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും. അപ്പോൾ മാത്രമല്ല ആ പ്രദേശം നമുക്ക് ആ ഭാഗത്തേക്ക് പോലും കടക്കാൻ കഴിയാതിരുന്ന ഒരു പ്രദേശം ഇന്ന് ഏറ്റവും മനോഹരമായിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ അവിടെ ആയിട്ടൊരു ക്രിക്കറ്റ് ചെറിയ സംഘടിപ്പിക്കുകയും അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലേക്കാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സചേതനമായി മാറുന്ന ബ്രഹ്മപുരത്തിന്റെ ഇന്നത്തെ നേർക്കാഴ്ച. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ISROയും ഇന്ത്യയും. രാജ്യത്തിന്റെ അഭിമാനമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണ ദൗത്യം ഇസ്രോ കഴിഞ്ഞയാഴ്ച വിജയത്തിലെത്തിച്ചു. GSLV F-15 റോക്കറ്റ് 2ാം തലമുറ ഗതിനിർണയ ഉപഗ്രഹമായ NVS-2 ആണ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-2 സാറ്റലൈറ്റ്. ISRO ചെയർമാനായി ശ്രീ V നാരായണൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വിക്ഷേപണമായിരുന്നു ഇത്. ISROയുടെ ചരിത്രത്തിലെ നിർണായക ചുവടുവയ്പ്പാണെന്ന് വിക്ഷേപണത്തിന് ശേഷം ശ്രീ നാരായണൻ പറഞ്ഞു. മലയാളിയായ തോമസ് കുര്യനായിരുന്നു GSLV F-15 NVS-02 മിഷൻ ഡയറക്ടർ എന്നത് കേരളത്തിന്റെ മറ്റൊരഭിമാനം. തൊഴിലിനൊപ്പം പഠനം. ഇന്നത്തെ കാലത്ത് കേട്ടാൽ അത്രയൊന്നും പുതുമ തോന്നില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന കഥയ്ക്ക് പുതുമയും പെരുമയും ഏറെയാണ്. കാരണം ഇവിടെ പഠിതാക്കൾക്കൊപ്പം പഠന സൗകര്യമൊരുക്കുന്നവരുടെ സമർപ്പണവും അത്ര കണ്ട് വലുതാണ്. തമിഴ്നാട്ടിലെ നെയ്ത്ത് ഫാക്ടറികൾക്ക് പ്രസിദ്ധമായ തിരുപ്പൂരിലെ
KPR മിൽസും അവിടുത്തെ സ്ത്രീ തൊഴിലാളികളുമാണ് ഈ കഥയിലെ താരങ്ങൾ. പകൽ 8 മണിക്കൂർ ജോലിയും തുടർന്ന് വൈകുന്നേരം 4 മണിക്കൂർ പഠനവും. കഴിഞ്ഞ ദിവസം KPR മിൽസിലെ 570ഓളം പെൺകുട്ടികളാണ് ബിരുദദാന ചടങ്ങിൽ ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉയർത്തിക്കാട്ടി അഭിമാനം പ്രകടിപ്പിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി 1998 KPR മിൽസ് ഈ സംരംഭം ആരംഭിച്ചത്. ആദ്യം 10-12 തരം ക്ലാസുകൾ വരെ പഠിക്കാനാണ് അവസരം നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും KPR മിൽസിൽ ലഭ്യമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരും ഈ നെയ്ത്തുശാലയിലെ ജോലി ഉപേക്ഷിച്ച് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ട്. അവരുടെ ജീവിതം ഇവിടെ ഈ മില്ലിൽ തളച്ചിടപ്പെടാതെ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് കാണാൻ സന്തോഷമെന്ന് മില്ലുടമ അനന്തകൃഷ്ണനും പറയുന്നു. പൂർണ്ണമായും സൗജന്യമായാണ് പെൺകുട്ടികൾക്ക് ഇവിടെ പഠന സൗകര്യങ്ങൾ നൽകുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 41,000 പേരാണ് ഇതിനകം ഇവിടെ നിന്നും വിവിധ ക്ലാസുകളിൽ വിജയികളായത്. മനുഷ്യ വിഭവശേഷി വികസനത്തിൻ്റെ യഥാർത്ഥ മാതൃക. തമിഴ്നാടിന് പുറമെ ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങി നിരവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളാണ് ഇവിടെ തുണികൾക്കൊപ്പം തങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ ഇഴകളും മനോഹരമായി തുന്നിച്ചേർക്കുന്നത്. ഇനി പഴയ മോഹൻലാൽ ചലച്ചിത്രത്തിലെ സോൾട്ട് മാംഗോ ട്രീ വാർത്തയിൽ ഇടം പിടിച്ചതിനെക്കുറിച്ച്. സോൾട്ട് മാംഗോ ട്രീ മനസ്സിലായല്ലേ? അതുതന്നെ, ഉപ്പുമാവ്. ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ സ്കൂളും നഴ്സറിയും ഒക്കെ ഓർമ്മ വരുന്ന പല തലമുറകളും ഇന്നുണ്ട്. ഒരല്പം മുതിർന്ന തലമുറയ്ക്ക് ചോളം കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണ് സ്കൂളുകളിൽ നിന്ന് കിട്ടിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പുമൊക്കെ ചേർത്ത് പോഷകസമൃദ്ധമാക്കിയ ഉപ്പുമാവാണ് അങ്കണവാടികളിൽ നൽകുന്നത്. പക്ഷേ കാര്യം എന്തൊക്കെയായാലും ഉപ്പുമാവ് മാറ്റിപ്പിടിക്കാനുള്ള സമയമായി എന്നാണ് പുതുതലമുറ കുഞ്ഞുങ്ങളുടെ ആവശ്യം. പകരം അങ്കണവാടിയിൽ നിന്ന് എന്ത് വേണമെന്ന് ആവശ്യക്കാരനായ കൊച്ചുമിടുക്കൻ ശംഖു പറയുന്നത് കേൾക്കൂ. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ദേവികുളങ്ങര പഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിലെ ശംഖു എന്ന വിളിപ്പേരുള്ള ബാലനാണ് ഉപ്പുമാവിനു പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ആവശ്യം ഉയർത്തിയത്. കുട്ടി ഇക്കാര്യം ആവശ്യപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. കുഞ്ഞിന്റെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന പ്രജ്വൽ എസ് സുന്ദർ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അവൻ്റെ അമ്മ ആണ്, കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കാൻ തത്വത്തിൽ തീരുമാനമായി കഴിഞ്ഞു. അപ്പോൾ ഇനി ശംഖുവിനും ബിരിയാണി ഇഷ്ടമുള്ള കൂട്ടുകാർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമൻ്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.